ഇത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി. ഇവിടെ കുറേ ലെറ്റേഴ്സൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പാഴ്വസ്തുക്കൾ വൃത്തിയായി ഇനം തിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകുക, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയുള്ള ഒരു വഴിയാണ്. ഇവിടുത്തെ ഈ കളറ് കണ്ടോ, ഇതെന്താണെന്നറിയോ? യൂറിയൻ പാസ് ചെയ്തിട്ട് ആണ്. അതായത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൊക്കെ കയറി നമ്മൾ യൂറിയൻ പാസ് ചെയ്യുമ്പം അതിനേക്കാട്ടിലും മാരകമായ രീതി. ഇത് നല്ലൊരു വഴിയാണ്. ഇതുവഴി നേരെ അപ്പുറത്തോട്ട് MC റോഡിലോട്ട് ചെല്ലുന്ന നല്ലൊരു വഴിയാണ്. പക്ഷേ ഇതിലെ പോകണമെങ്കിൽ 10 മാസ്ക്. പൊതുവഴിയിൽ മൂത്ര വിസർജനം ശിക്ഷാർഹമാണ്. സെക്രട്ടറി ചങ്ങനാശ്ശേരി, ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഈ പോസ്റ്ററുകൾ ഇതിങ്ങനെ എഴുതി വെക്കാനുള്ളതല്ല, നിയമം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളത് പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. ഇപ്പോൾ യൂറിയൻ പാസ് ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങൾ ചങ്ങനാശ്ശേരി ടൗണിൻ്റെ ചുറ്റിനും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തിട്ട് വേണം ഇതുപോലെയുള്ള ബോർഡുകൾ എഴുതി വെക്കാൻ. ചങ്ങനാശ്ശേരി മാർക്കറ്റിലും ഇതുപോലെയുള്ള ബോർഡുകളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ 5 വിളക്കിൻ്റെ ചുവട്ടിൽ ആൾക്കാർ മൂത്രമൊഴിച്ചിട്ട് അവിടെ ആ സിനിമ ഷൂട്ടിങ് പറയുന്നൊക്കെ ഇവർ പൈസ മേടിച്ചു നല്ല രീതിയിൽ. പക്ഷെങ്കിൽ അതുങ്ങൾ മൂക്കും പൊത്തിപ്പിടിച്ചുകൊണ്ട് നിന്നാണ് 5 വിളക്കിൻ്റെ നാടെന്ന് പറയുന്ന 5 വിളക്കിൻ്റെ മൂട്ടിൽ നിന്ന് അവർ സിനിമ ഷൂട്ടിങ് നടത്തിയത്. ഇത്ര പോഷകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി, പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ നിങ്ങൾ വേണ്ട. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ ക്യാൻറ്റീൻ, മുനിസിപ്പൽ ക്യാൻറ്റീനാണിത്. ഈ ക്യാൻറ്റീൻ്റെ അകത്ത് ഇരുന്നാൽ പോലും അവിടുത്തെ ആ മൂത്രത്തിൻ്റെ സ്മെല്ലുണ്ടാവും. നിങ്ങൾ പൊതുജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് വേണം നിങ്ങളോരോ പോസ്റ്ററുകൾ ഓരോരുത്തരും എഴുതി വെക്കാൻ. ചെയ്തു കൊടുത്തിട്ട് ജനങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ശക്തമായ നടപടിയിടണം. ഏതാണ്ട് കേന്ദ്രത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. വഴിയോരങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കുന്നവർക്ക് ഫൈൻ. അതായത് വിദേശ രാജ്യങ്ങൾ പോലെ ഇവിടെ ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ചോദിക്കാറുണ്ട് നമ്മുടെ രാജ്യത്തെപ്പറ്റി, നമ്മുടെ രാജ്യത്തെ വൃത്തിയില്ലായ്മയെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വിദേശ രാജ്യങ്ങൾ പോലെ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പം മൂത്രം, അതായത് യൂറിയൻ പാസ് ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്നും പറഞ്ഞ് പുതിയൊരു നിയമത്തിലോട്ട് വരികയാണ്. അതുടനെ തന്നെ പാസ്സാകും എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പൊതുജനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കാതെ അവിടെ ഇവിടെയും ബോർഡ് ഒട്ടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ശമ്പളം മേടിക്കുകയല്ല സഹോദരന്മാരെ ചെയ്യേണ്ടത്. 200-ൽ പരം സ്റ്റാഫുകൾ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാം അക്ഷയ വഴിയാണ് എല്ലാ കാര്യങ്ങളും, സർക്കാരിൻ്റെ എല്ലാ മേഖലയിലുള്ള അക്ഷയ വഴി. ഇവിടെ വന്നാലും ഇവർ പറയുന്നത് നിങ്ങൾ അക്ഷയയിൽ പോയി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ 200 പേരൊക്കെ ഒരു മുനിസിപ്പാലിറ്റിയിലിരുന്ന് ജോലി ചെയ്ത് ശമ്പളവും മേടിച്ച് പിന്നെ അവർ പെൻഷനും മേടിച്ച് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനിയെല്ലാം നമ്മൾ അക്ഷയയിൽ പോയി ചെയ്താൽ പോരെ? അപ്പോൾ ഇവിടുത്തെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കണം. വെറുതെ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കല്ലേ? അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അക്ഷയ വഴി നമ്മൾ പൊതുജനങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം. ഇവരുടെ ആളിൻ്റെ എണ്ണം കുറയ്ക്കുക വരും കാലങ്ങളിൽ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് നല്ല രീതിയിൽ ഫണ്ടുണ്ടാവും. അല്ലാതെ തന്നെ കിട്ടുന്ന ഫണ്ട് അനാവശ്യമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുക. നല്ല കോൺക്രീറ്റ് റോഡിൻ്റെ മണ്ടയ്ക്ക് ടൈലിടുന്ന മുനിസിപ്പാലിറ്റിയാണിത്. നമ്മുടെ പരിസരത്തിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പൊതുജനത്തിന് ചെയ്തു കൊടുക്കുക. ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇവിടെ നിന്ന് പിരിച്ചുവിടുക. അതിനുള്ളൊരു നിയമ സംവിധാനം എത്രയും വേഗം തന്നെ നടപ്പിലാകും. എന്നുവെച്ചാൽ അക്ഷയകളൊക്കെ തുറന്നിരിക്കുന്ന അതിന് വേണ്ടിയാണ്. അപ്പോൾ ഓക്കേ.